ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ അകത്തോ ലാപ്ടോപ്പിൻ്റെ അകത്തോ നമുക്കൊരു പേഴ്സണലായിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ ആരും ആക്സസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ലോക്ക് പോലെ കൊടുക്കുന്നതാണ്. നമുക്ക് നെറ്റിലേക്ക് കൂടി കുറേ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് നെറ്റിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അതൊന്നും ആവശ്യമില്ല. ഇപ്പം നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പേഴ്സണൽക്കായിട്ട് കുറച്ച് ഫയൽസ് ഉണ്ട്. ഇതെങ്ങനെയാണ് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ നോക്കാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എവരി വണ്ണം അടിച്ചെടുക്കുക കീബോർഡിനകത്ത്. എവരി വണ്ണം അടിച്ചു കൊടുത്തിട്ട് ഇവിടെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഡിനേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ. ഇപ്പോൾ ഒരു മെസ്സേജ് വരും. ഇങ്ങനെ മെസ്സേജ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. വീണ്ടും ഓക്കെ കൊടുക്കാം. ഇപ്പം ഇത് ഇങ്ങനെ മെസ്സേജ് വരും. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒന്നും കാണിക്കുന്നില്ല. എൻ്റെ ഫയൽസിലുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞെങ്കിലും വേറൊരു ടാബ് വരും. ഈ ടാബ് ഇങ്ങനെ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. വേറെ ആ ഫോൾഡർ ഓപ്പൺ ആവില്ല. ഇനി എന്താക്കാണെങ്കിൽ നമുക്ക് അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇതുപോലെ പ്രോപ്പർട്ടീസ് എടുക്കാം. അതിനുശേഷം സെക്യൂരിറ്റി എടുക്കാം. അതിനുശേഷം ഈ എഡിറ്റ് എടുക്കാം. ഇതിൽ എവരി വൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഫുൾ അലോന്ന് കൊടുത്ത് ഇപ്പം നമ്മൾ നേരത്തെ ഡിനേന്നാണ് കൊടുത്തിട്ടുള്ളത്. എവരി വൺ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിനേന്നാണ് കൊടുത്തത്. ഇവിടെ ഇപ്പം അലോവും കൊടുക്കാം. അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവും കൊടുത്തിട്ട് അപ്ലൈ ഓക്കെ. ഇനിയിപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓപ്പൺ ആവും. കണ്ടോ, നമ്മുടെ ഫയൽസെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ പേഴ്സണൽ ഫയലിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായം പറയണം. ഓക്കെ, ബൈ, സീ യു.